1. താഴെ തന്നിട്ടുള്ളവയിൽ അകാന്തിക വസ്തുക്കളിൽ പെടാത്തത് ഏത്? 1. ഇരുമ്പ്, 2. നിക്കൽ, 3. സ്വർണം, 4. കൊബാൾട്ട്, 5. പേപ്പർ, 6. മരം. ഓപ്ഷൻ എ 1, 3, 4. ഓപ്ഷൻ ബി 1, 2, 3, 4. ഓപ്ഷൻ സി 1, 2, 4. ഓപ്ഷൻ ഡി 2, 4, 5. ആൻസർ ഓപ്ഷൻ സി 1, 2, 4. 2. താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ എ ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങളുണ്ട്. ബി കാന്തത്തിന്റെ ആകർഷണ ശക്തി കൂടുതൽ ഉള്ളത് അതിന്റെ ധ്രുവങ്ങളിലാണ്. ഓപ്ഷൻ സി കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 3. അൽനിക്കോ ഏത് ലോഹത്തിന്റെ സങ്കരമാണ്? ഓപ്ഷൻ എ അലൂമിനിയം, നിക്കൽ. ഓപ്ഷൻ ബി നിക്കൽ, കൊബാൾട്ട്, കോപ്പർ. ഓപ്ഷൻ സി ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്. ഓപ്ഷൻ ഡി അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. ആൻസർ ഓപ്ഷൻ ഡി അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. 4. കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലോഹസങ്കരം ഏത്? ഓപ്ഷൻ എ ബ്രാസ്. ഓപ്ഷൻ ബി ഡുറാലുമിൻ. ഓപ്ഷൻ സി സ്റ്റീൽ. ഓപ്ഷൻ ഡി അൽനിക്കോ. ആൻസർ ഓപ്ഷൻ ഡി അൽനിക്കോ. 5. താഴെ കൊടുത്തിരിക്കുന്ന ലോഹസങ്കരങ്ങളിൽ ഏതുകൊണ്ട് നിർമ്മിച്ച കാന്തങ്ങളാണ് കൂടുതൽ ശക്തിയുള്ളവ? ഓപ്ഷൻ എ കൊബാൾട്ട്. ഓപ്ഷൻ ബി നിയോഡീമിയം. ഓപ്ഷൻ സി ഫെറൈറ്റ്. ഓപ്ഷൻ ഡി സമേരിയം. ആൻസർ ഓപ്ഷൻ ബി നിയോഡീമിയം. 6. ഭൂകാന്ത ധ്രുവങ്ങൾ ഏത് ദിശയിലാണ്? ഓപ്ഷൻ എ വടക്ക് തെക്ക്. ഓപ്ഷൻ ബി തെക്ക് പടിഞ്ഞാറ്. ഓപ്ഷൻ സി വടക്ക് പടിഞ്ഞാറ്. ഓപ്ഷൻ ഡി തെക്ക് വടക്ക്. ആൻസർ ഓപ്ഷൻ ഡി തെക്ക് വടക്ക്. 7. സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം ഏത് ദിശയിലാണ് ഉണ്ടാവുക? ഓപ്ഷൻ എ കിഴക്ക് പടിഞ്ഞാറ്. ഓപ്ഷൻ ബി തെക്ക് വടക്ക്. ഓപ്ഷൻ സി വടക്ക് പടിഞ്ഞാറ്. ഓപ്ഷൻ ഡി തെക്ക് കിഴക്ക്. ആൻസർ ഓപ്ഷൻ ബി തെക്ക് വടക്ക്. 8. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. 1. ഭൂമിയിലെ ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ്. 2. ഭൂമിയിലെ ഉത്തര ധ്രുവങ്ങൾ ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. 3. ഭൂമിയിലെ ദക്ഷിണ ധ്രുവങ്ങൾ ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ്. ഓപ്ഷൻ എ 1 ശരി 2, 3 തെറ്റ്. ഓപ്ഷൻ ബി എല്ലാം തെറ്റാണ്. ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി 1 തെറ്റ് 2, 3 ശരി. ആൻസർ ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. 9. വ്യത്യസ്ത കാന്തങ്ങളുടെ വ്യത്യസ്ത ധ്രുവങ്ങളെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ സജാതീയ ധ്രുവങ്ങൾ. ഓപ്ഷൻ ബി വിജാതീയ ധ്രുവങ്ങൾ. ഓപ്ഷൻ സി സമധ്രുവങ്ങൾ. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി വിജാതീയ ധ്രുവങ്ങൾ. 10. തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും ചെയ്യും. ഓപ്ഷൻ ബി സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും ചെയ്യും. 11. ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ്? ഓപ്ഷൻ എ ഡിസ്ക് കാന്തം. ഓപ്ഷൻ ബി കാന്തസൂചി. ഓപ്ഷൻ സി ബാർ കാന്തം. ഓപ്ഷൻ ഡി വൈദ്യുതകാന്തം. ആൻസർ ഓപ്ഷൻ ഡി വൈദ്യുതകാന്തം. 12. വൈദ്യുതകാന്തത്തിന്റെ കാന്തിക ശക്തി. ഓപ്ഷൻ എ സ്ഥിരമാണ്. ഓപ്ഷൻ ബി താൽക്കാലികമാണ്. ഓപ്ഷൻ സി ഇല്ല. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി താൽക്കാലികമാണ്. 13. ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവമാണുള്ളത്. ഓപ്ഷൻ ബി കാന്തത്തിന്റെ സുജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. ഓപ്ഷൻ സി ബാർ കാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി വളരെ കുറവാണ്. ഓപ്ഷൻ ഡി വൈദ്യുതകാന്തത്തിന്റെ ശക്തി സ്ഥിരമാണ്. ആൻസർ ഓപ്ഷൻ സി ബാർ കാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി വളരെ കുറവാണ്. 14. കാന്തം മുറിഞ്ഞ് 2 കഷ്ണങ്ങളായാൽ എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നു. ഓപ്ഷൻ ബി ഓരോ ചെറുകാന്തങ്ങളായി തീരുന്നു. ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണ്.
ആൻസർ ഓപ്ഷൻ ബി ഓരോ ചെറുകാന്തങ്ങളായി തീരുന്നു. 15 കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഓപ്ഷൻ എ കാന്തിക മണ്ഡലം, ഓപ്ഷൻ ബി ഉത്തര ധ്രുവങ്ങൾ, ഓപ്ഷൻ സി ദക്ഷിണ ധ്രുവം, ഓപ്ഷൻ ഡി കാന്തിക ധ്രുവങ്ങൾ. ആൻസർ ഓപ്ഷൻ എ കാന്തിക മണ്ഡലം.